وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون. ഇത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് ആമുഖം അവതരിപ്പിക്കാനാണ് എൻ്റെ മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ളത്. ദ ഗോഡ് ഡിബേറ്റ് പതിറ്റാണ്ടുകളായി, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന്. ദൈവമുണ്ടോ ഇല്ലേ? പരലോകമുണ്ടോ ഇല്ലേ? ദൈവാസ്തിത്വത്തിന് തെളിവുകളുണ്ടോ അതോ ഇല്ലേ? പഴയ കാലത്ത് ആളുകൾ പരലോകത്തെയാണ് നിഷേധിച്ചിരുന്നുവെങ്കിൽ ഇക്കാലത്ത് ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ജനത എത്തിപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത് എത്തരത്തിലുള്ള ആളുകളെയാണ്? ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നാൽ ആ ദൈവത്തിൽ പങ്കു ചേർക്കുകയും എന്നാൽ അതോടൊപ്പം പരലോക ജീവിതത്തിൽ ഞാൻ മരിച്ചു മണ്ണായി കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ടോ എന്ന് അവിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്ത ആളുകളെയാണ് ഖുർആൻ ഭൂരിഭാഗം സമയത്തും അഭിസംബോധന ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ദൈവാസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രവണതയിലേക്ക്, അതിന് ശാസ്ത്രത്തിന്റെ മറപിടിച്ച് ഒരു കൂട്ടം ആളുകൾ രംഗപ്രവേശനം ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ഈസ് ഇറ്റ് എ ടോപ്പിക് ടു ഡിബേറ്റ് ഓർ നോട്ട്? നമുക്ക് അതൊരു സംവാദത്തിന്റെ വിഷയമാക്കേണ്ടത് തന്നെ ഉണ്ടോ? നാം ആലോചിച്ച് നോക്കേണ്ടത്, ശാസ്ത്രം എന്നുള്ളത് ദൈവമുണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള അളവുകോലുകളിൽ ഒന്നാണോ? ശാസ്ത്രം എന്നുള്ളത് നമ്മുടെ സെൻസുകൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള തിയറി ഫോർമുലേഷനും എല്ലാമാണ് നാം ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള, ബഹുമാനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ തന്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച സമയത്തിനും കാലത്തിനും അതീതനായിട്ടുള്ള ദൈവത്തെ, ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി, ആ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ പരിശോധിച്ചാൽ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ, സയന്റിസ്റ്റുകൾ, അവരൊക്കെ യുക്തിവാദികളാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അവരുടെയൊക്കെ വാദങ്ങളെ തന്നെ എതിർക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞർ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ദൈവത്തെ ഒരുപക്ഷെ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ കഴിയുകയില്ല എന്നുള്ള വാദം നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വിത്തൗട്ട് ഗോഡ് ഈസ് ദർ എനി പർപ്പസ് ഫോർ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിന് ദൈവമില്ലെങ്കിൽ എന്തൊരർത്ഥമാണുള്ളത് സുഹൃത്തുക്കളെ? നാം ഈ ജീവിതത്തിൽ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, ഒരു നല്ല മനുഷ്യനാവണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാളെ പുഴുക്കൾക്ക് ഒരു സദ്യയായി തീരാനുള്ളതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഹിറ്റ്ലറിനും മുസോളിനിക്കും ഈ ലോകത്ത് നന്നായി ജീവിച്ചു പോയവർക്കും അവസാനം 6 അടി മണ്ണാണ് വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്ത് അർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? മാത്രമല്ല, മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്, വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും പരിചയപ്പെടുത്തിയ മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് എന്ത്? ദൈവവിശ്വാസം എന്നുള്ളത്. നമ്മുടെ തലച്ചോറിൽ ഗോഡ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ടോ ഇല്ലേ എന്ന് വരെ ന്യൂറോളജിസ്റ്റുകളുടെ ഇടയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഏതൊക്കെയായാലും ഒരു ഹയർ ബീയിങ്ങിന് സബ്മിറ്റ് ചെയ്യുക, നമ്മളെക്കാളും ഉത്തമരായിട്ടുള്ള, നമ്മളെക്കാളും ഹയർ ആയിട്ടുള്ള ഒരാൾക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവത്തിന്റെ അസ്തിത്വത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് എവിഡൻസുകൾ, ഒരുപാട് തെളിവുകൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഇന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നുള്ളത്, അല്ലെ? എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാ ശാസ്ത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, there is an origin for this universe, there was a beginning. എന്നാൽ ഉദ്ദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് നോബൽ സമ്മാനം നേടിയ ബെർട്രാൻഡ് റസലിനെ പോലെയുള്ള ഫിലോസഫേഴ്സും സയന്റിസ്റ്റുകളുമായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല. BBC നടന്ന ഒരു ഡിബേറ്റിൽ
ബെർട്രാൻഡ് റസൽസ്, നോബൽ ലൊറേറ്റ് ആയ ബെർട്രാൻഡ് റസൽസ് പറഞ്ഞത്, ഐ ഷുഡ് സേ ദാറ്റ് യൂണിവേഴ്സ് ഈസ് ജസ്റ്റ് ഹിയർ ആൻഡ് ദാറ്റ് ഈസ് ഓൾ. ഇന്നലെ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ ഇന്നും ഉണ്ടെന്നും അത് തന്നെ നാളെയും ഉണ്ടാകുമെന്നും ഈ പ്രപഞ്ചത്തിന് യാതൊരു മാറ്റവും വരില്ല എന്നുമാണ് ബെർട്രാൻഡ് റസലിനെ പോലെയുള്ള അന്നത്തെ കാലത്തെ നിരീശ്വരവാദികൾ സമർത്ഥിച്ചത്. കാരണം യുക്തിവാദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലൊന്നായിരുന്നു എന്ത്? പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെങ്കിൽ ആ തുടക്കക്കാരനെ തേടി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? പ്രപഞ്ചത്തിന് ഒരിക്കലും ഒരു തുടക്കമുണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയെ ഏറ്റവും കൂടുതൽ എയ്ത്തിസ്റ്റുകളായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തു പോകുന്നതും. എന്നാൽ 1929 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എഡ്വിൻ പി ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, ഒരു ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ പരസ്പരം അകന്നു പോകുന്നത് പോലെ ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞ എഡ്വിൻ പി ഹബിൾ അദ്ദേഹത്തിലൂടെ, അതേപോലെ ജോർജ് ഗാമോവിനെ പോലുള്ള സയന്റിസ്റ്റുകളിലൂടെ മനസ്സിലായി എന്ത്? ദർ ഇസ് എ ബിഗിനിങ് ടു ദിസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്, ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. ദിസ് എ ടൈം ലൈൻ ഓഫ് യൂണിവേഴ്സ്. ഇത് നാസയുടെ വെബ്സൈറ്റിൽ നിന്നെടുത്ത പ്രപഞ്ചത്തിന്റെ ഒരു ടൈം ലൈൻ ആണ്. നിങ്ങൾ 13 അല്ലെങ്കിൽ 14 ബില്യൺ എന്ന് പറഞ്ഞാൽ 14 × 100 കോടി 1400 കോടി വർഷങ്ങൾ പിന്നിലോട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അവിടെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. പ്രപഞ്ചം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പിന്നിലോട്ട് സഞ്ചരിച്ചാൽ അവിടെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. എന്താണ് ആ തുടക്കം? എങ്ങനെയായിരുന്നു? അതിനെ കളിയാക്കി വിളിച്ച പേരാണ് ബിഗ് ബാങ്. പിന്നീട് അതിന് ആ ഒരു പേര് തന്നെ വന്നു ചേർന്നു, ബിഗ് ബാങ് എന്ന് വിശേഷിപ്പിക്കുകയല്ലാതെ അതിന് മുമ്പ് എന്ത്? എങ്കിൽ ബിഗ് ബാങ്ങിന് മുമ്പ് എന്ത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം, വാക്വം നോട്ട് ഈക്വൽസ് നത്തിങ്. എം ടി സ്പേസ് എന്ന് പറഞ്ഞാൽ അത് നത്തിങ് അല്ല, ദാറ്റ് ഈസ് സംതിങ്. ഈ പ്രപഞ്ചത്തിന് തുടക്കത്തിന് മുമ്പ് എന്തായിരുന്നു? അത് സ്പേസ് ആയിരുന്നോ? അല്ല. ടൈം ആയിരുന്നോ? അല്ല. സമയവും കാലവും സ്ഥാനവും എല്ലാം ഉണ്ടായത് എന്തിനു ശേഷമാണ്? പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് ശേഷമാണ്. എങ്കിൽ ആരാണ് ഇത് സംവിധാനിച്ചത്? ഇവിടെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് ശാസ്ത്രം നൽകിയ പേരാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ്. എന്താണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് പറഞ്ഞാൽ? യൂണിവേഴ്സ് അലൗസ് ക്രിയേഷൻ ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകും. പക്ഷെ എന്തുണ്ടെങ്കിൽ? ഫിസിക്കൽ ലോസ് ഉണ്ടെങ്കിൽ. നിങ്ങൾക്കറിയാം ഐൻസ്റ്റീൻസ് റിലേറ്റിവിറ്റി തിയറം, അല്ലെങ്കിൽ പ്ലാങ്ക്സ് തിയറം, അതല്ലെങ്കിൽ ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷൻ തിയറം. ഈ തിയറങ്ങളൊക്കെ ഉണ്ട്, ഈ ലോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്തുണ്ടാവും? ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവും എന്ന് ശാസ്ത്രം പറഞ്ഞു. എന്നാൽ ആ ലോസ് എങ്ങനെ വന്നു? നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണത്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് 4 സാധ്യതകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ശാസ്ത്രം അംഗീകരിക്കുന്ന 4 സാധ്യതകൾ. എന്തെല്ലാമാണ് ആ സാധ്യതകൾ? ഫസ്റ്റ് ചാൻസ് ഈസ് ഇറ്റ് കെയിം ഇൻ ടു ബീയിങ് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുന്നു. നത്തിങ് കംസ് ഫ്രം നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവില്ല? ഒരു പ്രപഞ്ചം ഉണ്ടാവില്ല. ഓക്കെ. രണ്ടാമതുള്ള ആർഗ്യുമെന്റ് ആണെന്ത്? യൂണിവേഴ്സ് ഈസ് സെൽഫ് ക്രിയേറ്റഡ് ഓർ സെൽഫ് കോസ്റ്റ്. സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിലൊന്നാണിത്. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത്, ബിക്കോസ് ദർ ഇസ് എ ലോ ലൈക്ക് ഗ്രാവിറ്റി ദ യൂണിവേഴ്സ് ക്യാൻ ആൻഡ് വിൽ ക്രിയേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം നത്തിങ്. ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ലോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഒന്നുമില്ലായ്മയെന്ന് ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഞാൻ ആദ്യം ഓതി വായിച്ച സൂറത്ത് അതിലെ ആയത്തുകളിൽ ചോദിക്കുന്നതും അത് തന്നെയാണ്. അതല്ല യാതൊരു വസ്തുവിൽ നിന്നും അല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അതല്ല ഒന്നുമില്ലായ്മയിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത്? അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ സൃഷ്ടാക്കൾ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. അതല്ല അവർ തന്നെയാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് ഇതിനെ ഗണ്ണിച്ചതായിട്ട് കാണാൻ കഴിയും. അവർ വെക്കുന്ന മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ ജെറ്റ് എഞ്ചിന് പ്രവർത്തിക്കണമെങ്കിൽ ചില ഫിസിക്കൽ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെ? സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ തിയറം, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു എഞ്ചിൻ, ഒരു വിമാനത്തിന്റെ എഞ്ചിൻ, ഒരു കാറിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ സങ്കല്പിക്കുക, ഈ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാവും? ഈ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാവും? ഇല്ല. അതേ തന്നെയാണ് ഇവിടെ മറ്റ് ശാസ്ത്രജ്ഞർ ഇദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ന്യായം. ഫിസിക്കൽ ലോസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തുണ്ടാവില്ല? ആ ഫിസിക്കൽ ലോസ് അനുസരിച്ച് ഒരു പ്രപഞ്ചം ഉണ്ടാവില്ല.
ലോസ് ഉണ്ട്, അവിടെ ഒരു ഒറിജിനേറ്റർ ഉണ്ടെങ്കിലും ആ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽ വേണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഈ തിയറി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ പറയാറുള്ളൊരു ആർഗ്യുമെന്റ് ആണ് സെൽഫ് കോസ്ഡ് ഓർ സെൽഫ് ക്രിയേറ്റഡ്, സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു കാര്യം സ്വയം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അല്ലേ? നിങ്ങളുടെ അമ്മ തന്നെയാണ് പ്രസവിച്ചത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം, brought into being by something that began to exist. ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട ഒന്നിൽ നിന്ന് എന്തുണ്ടായി? പുതിയൊരു സൃഷ്ടി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഹൂ ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്? പിന്നെ നമ്മൾ ചോദിക്കുന്നത് ആ യൂണിവേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു? പിന്നെ അതിനെ ആര് സൃഷ്ടിച്ചു? പിന്നെ അതിനെ ആര് സൃഷ്ടിച്ചു? ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് റിഗ്രഷൻ ആയിട്ട് ഈ ഒരു കാര്യം പോയിക്കൊണ്ടേയിരിക്കും. ഏതുപോലെ? ഞാനിപ്പോൾ പറയണത്, ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലെഫ്റ്റ് മോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ അനുമതി വേണം എന്ന് സങ്കല്പിക്കാം. ഐ ഹാവ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ഹിം. ടു ഗ്രാൻഡ് മീ പെർമിഷൻ, ഹി ഹാസ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദ വൺ സിറ്റിംഗ് ഡിസൈഡ് ഹിം. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അദ്ദേഹത്തിന് പെർമിഷൻ തരാൻ പറ്റുള്ളൂ എന്ന് സങ്കല്പിക്കാം. ഇങ്ങനെ ഒരു അനന്തമായ ശൃംഖല ഉണ്ട് എന്ന് വിചാരിക്കാം, അല്ലെ? ഇന്നാളുടെ നിന്ന് പെർമിഷൻ വാങ്ങണം, എന്നിട്ട് അടുത്ത ആളിൽ നിന്ന് പെർമിഷൻ വാങ്ങണം, ഇങ്ങനെ പോയി ഒരു അനന്തമായ ശൃംഖല ഉണ്ടെന്ന് വിചാരിക്കാം. എന്താ ഈ ആർഗ്യുമെന്റിന്റെ അർത്ഥം? ഞാനിവിടെ പ്രസംഗിക്കൂല എന്നാണ്, അല്ലെ? ഞാൻ ഇവിടെ ഒരിക്കലും പ്രസംഗിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആർഗ്യുമെന്റ് നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനെ ഓരോന്നിനും ഹൂ ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്, ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് നാലാമത്തെ ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റി. എന്താണ്? ക്രിയേറ്റഡ് ഓർ ബ്രോട്ട് ഇൻ ടു ബീയിങ് ബൈ ആൻ അൺകോസ്ഡ് ക്വാണ്ടിറ്റി. കാരണങ്ങൾക്കതീതനായ ഒരു സ്രഷ്ടാവിൽ നിന്നാണ് ഈ ഒരു പ്രപഞ്ചം ഉണ്ടായത്. ഇത് മാത്രമാണ് ഇവിടെ നമുക്ക് ഉന്നയിക്കാൻ പറ്റുന്ന. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 സാധ്യതകൾക്കപ്പുറം ഒരു സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ 4 സാധ്യതകളിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള, ഏറ്റവും സാധ്യമായിട്ടുള്ള കാര്യം എന്താണ്? ക്രിയേറ്റഡ് ഓർ ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ആൻ അൺകോസ്ഡ് ക്വാണ്ടിറ്റി. അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള ഒരു സൃഷ്ടാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്? എല്ലാറ്റിനും കഴിവുള്ളവനായ, അല്ലെ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാറ്റിനും കഴിവുള്ളവനായ, ഓൾ പവർഫുൾ ആയ, ഇന്റലിജന്റ് ആയ, ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ നിയമങ്ങൾ ഡിസൈൻ ചെയ്ത ഏകനായ സൃഷ്ടാവിനെ, ആ സൃഷ്ടാവിനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കാര്യം അല്ലാഹു ഏകനാണ് എന്നുള്ളതാകുന്നു. അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നു. അവൻ ജനിച്ചവനല്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യമായി ആരും തന്നെയില്ല. ഒരു നിലക്കും തുല്യതകളില്ലാത്ത ഒരു ശക്തി, സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായ സൃഷ്ടി, പദാർത്ഥാതീതനായ സൃഷ്ടാവ്, അതേപോലെ തന്നെ കാലത്തിനും സ്ഥാനത്തിനും അതീതനായ സൃഷ്ടാവ്. ഇങ്ങനെയുള്ള ഒരു സൃഷ്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൃഷ്ടാവിനെ കുറിച്ച് മറ്റു പല കാര്യങ്ങൾ കൂടി, ചിന്തോദ്ദീപകമായ മറ്റു ചില കാര്യങ്ങൾ കൂടി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുത്തിഹത്. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലെ? ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതല്ലെങ്കിൽ ഭൂമി വിരിക്കപ്പെട്ടതിനെ കുറിച്ച്, വിധാനിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആകാശം ഉയർത്തപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഭൂമിയെ ആണികളാക്കി മാറ്റിയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ പറയുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും. അല്ലേ? നമുക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി മാറ്റി തന്ന, ആകാശത്തെ ഒരു ശക്തമായ മേൽക്കൂരയാക്കി മാറ്റി തന്ന, നമുക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്ന, അതിലൂടെ നമുക്ക് റിസ്ക് നൽകിയ ആ സൃഷ്ടാവിനെ നിഷേധിക്കാൻ ആർക്കാണ് കഴിയുക? നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്ത്, ഈ നിരീശ്വരവാദികളായ ആളുകളുടെ ഏറ്റവും ശക്തമായ വാദങ്ങളിലൊന്നാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് ഇതൊരു റാൻഡം എക്സ്പീരിമെന്റിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്.
ഇതൊരു ചാൻസ് ആണ്, ഇതൊരു പ്രോബബിലിറ്റിയാണ്. ഇത് എന്താണ്, ഇതിങ്ങനെ ഒരുപാട് ട്രൈസിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയൊരു പ്രോബബിലിറ്റിയാണ്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കി എത്രത്തോളം കോംപ്ലക്സ് ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് മാത്രം ഒന്ന് എടുത്ത് ആലോചിച്ച് നോക്കാം. നമ്മുടെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 100 ബില്യൺ, നമ്മുടെ തലച്ചോറിൽ മാത്രം 100 ബില്യൺ ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടാവും എന്ത്, നമ്മുടെ സെൻസിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സെൽ അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സെൽ, അതാണ് ന്യൂറോൺ. ആ ന്യൂറോൺ 100 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, അതായത് 10,000 കോടി ന്യൂറോണുകൾ നമ്മുടെ ബ്രെയിനിൽ മാത്രമുണ്ട്. ഇനി ഈ ന്യൂറോണുകൾ എന്താണ്, പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ, നമ്മളൊരു കാര്യം ഓർമ്മയിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ശരിക്ക് ചില ന്യൂറോണുകൾ തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ടാവുന്നു, ചില ന്യൂറോൺസ് തമ്മിൽ കണക്ഷൻ വേർപെടുന്നു. ഇതാണ് നമ്മുടെ മെമ്മറിയുമായി പ്രോസസ്സുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് അല്ലെ, ഒരു ഹാർഡ്വെയർ പെർസ്പെക്റ്റീവ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സയൻസ് പറയുന്നത് ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി 1000 ന്യൂറോണുമായി മിനിമം, അതല്ലെങ്കിൽ മാക്സിമം 2 ലക്ഷം ന്യൂറോണുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റ ന്യൂറോണ് ഈ 100 ബില്യൺ ന്യൂറോൺസിലെ ഏറ്റവും മിനിമം 1000, അതല്ലെങ്കിൽ മാക്സിമം 2 ലക്ഷം ന്യൂറോൺസുമായി ഒരു ന്യൂറോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും എന്നൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആവറേജ് ഒരു 10,000 കണക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ന്യൂറോൺ ആൻ ആവറേജ് ദർ ഇസ് എ 10,000 കണക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ എത്ര സിനാപ്സസ് ഉണ്ട്? ഈ 10⁻12 ഇൻറ്റു അല്ലെങ്കിൽ 10⁻11 ഇൻറ്റു 10⁻4 10⁻15 ഇതിനെ നമ്മൾ 1 ക്വാഡ്രില്യൺ എന്ന് വിളിക്കും. ഈ 10⁻15 എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ് അല്ലേ. നമുക്കറിയാം മനുഷ്യന്റെ ശരീരത്തിലെ മൊത്തം സെല്ലുകളുടെ എണ്ണം എത്രയാണ്? 10⁻14 ആണ് എന്ന് സയൻസ് പറയുന്നു. 10⁻15 കണക്ഷൻസ് എന്തുണ്ട് നമ്മുടെ ബ്രെയിനിൽ മാത്രമുണ്ട്. എന്ന് മാത്രമല്ല ഇത് ഡൈനാമിക് ആണ്, അതായത് ഇത് പരസ്പരം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പരസ്പരം കണക്ഷൻസ് ഞാനിവിടെ സംസാരിക്കുന്നതിനനുസരിച്ച്, നിങ്ങൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഈ കണക്ഷൻസ് പരസ്പരം മാറുന്നുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ കണക്കിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് പറയാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വേറൊരു നെറ്റ്വർക്കിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മറ്റൊരു നെറ്റ്വർക്കാണ് എന്ത്, നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്. നമ്മുടെ ഭൂഗോളം മുഴുവൻ കണക്ട് ചെയ്യപ്പെട്ടുള്ള മൊബൈൽ നെറ്റ്വർക്ക്. ഈ ലോകത്ത് ഏകദേശം 600 കോടി ആളുകളുണ്ട്. ഈ 600 കോടി ആളുകളുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. 6 ബില്യൺ മൊബൈൽ ഫോൺസ് ആർ ദർ. ഓരോന്നിലും നമ്മൾ മാക്സിമം നമ്പർ കൊടുക്കുക. ഓരോന്നിലും നിങ്ങളുടെ ഫോണിലേക്ക് എത്ര കോൺടാക്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം അല്ലെ. 500 കോൺടാക്ട്സ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക അല്ലെ. എത്ര കണക്ഷൻസ് ആയി? 3 × 10⁻12 കണക്ഷൻസ് ഓൺലി അല്ലെ. ലോകത്തുള്ള മുഴുവൻ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് എടുത്ത് നോക്കിയാലും 3 × 10⁻12 കണക്ഷൻസ് ഓൺലി. അത് നിയന്ത്രിക്കുന്നത് സാറ്റലൈറ്റ്സ് ആണ്, അത് നിയന്ത്രിക്കുന്നത് ടവറുകളാണ്. എന്നാൽ ഒരു മഴയോ കാറ്റോ അടിച്ചാൽ എന്ത് പറയും അല്ലെ, ഇപ്പോ ഇത് പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ഇതിപ്പോ നിലവിലില്ല എന്ന് പറയുന്നൊരവസ്ഥ. എന്നാൽ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ തലച്ചോറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയുള്ള കണക്ഷൻസിന്റെ എണ്ണത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കണക്ഷൻസ് എൻക്ലോസ് ചെയ്തിട്ടുള്ള വെറും 1.5 കിലോഗ്രാം മാത്രം ഭാരമുള്ള ആ തലച്ചോറിനെ കുറിച്ച് കേവലം 14 സെന്റിമീറ്റർ നീളവും 16 സെന്റിമീറ്റർ വീതിയും 19 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു ചെറിയ ബോക്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ, ഈ ഒരു ചെറിയ തലക്കുള്ളിൽ ഇത്രക്കധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ഇതൊരു യാദൃശ്ചികതയുടെ ഭാഗമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ തന്നെ മനുഷ്യൻ എല്ലാവർക്കും നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ 10⁻14 സെൽസ് ഉണ്ട്. ഈ സെൽസിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഈ സെൽസിന്റെ ഉള്ളിലൊക്കെ DNA ഉണ്ട് അല്ലെ, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. ഈ ഓരോ DNA-യിലും 10⁻14 സെൽസിലുള്ള ഓരോ DNA-യിലും എത്രമാത്രം ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സയൻസ് പറയുന്നത്, ഒരൊറ്റ DNA-യിൽ 1,00,000 പേജുകളുള്ള അങ്ങനത്തെ 1000 വോളിയംസ് 1000 ഭാഗങ്ങളുള്ള ഒരു പുസ്തകം എത്രത്തോളം ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ അത്ര ഇൻഫർമേഷൻ മനുഷ്യന്റെ ഒരൊറ്റ DNA കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എത്ര DNA ഉണ്ടാവും? 10⁻14. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊരു റാൻഡം ചാൻസിന്റെ ഭാഗമായിട്ട് വന്നതാണോ? ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ മനുഷ്യൻ 24 മണിക്കൂർ ഇരുന്ന് വായിച്ചാലും മിനിമം 100 വർഷം എടുക്കും ഇങ്ങനത്തെ ഒരു 1000 വോളിയം പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്, എൻ്റെ ആപ്പിൾ iPhone 6ന്റെ എന്താണ് റെസൊല്യൂഷൻ എത്രയാണ്, എൻ്റെ മോട്ടോ ജി ഇന്ന സാധനങ്ങളുടെ റെസൊല്യൂഷൻ എത്രയാണ്, നമ്മളെ കണ്ണിന്റെ റെസൊല്യൂഷൻ എത്രയാണ്? ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? നമ്മുടെ കണ്ണിന്റെ റെസൊല്യൂഷൻ എത്ര മെഗാ പിക്സലാണ്? എത്ര? എനി ഗസസ്?
80 പോരാ, കുറഞ്ഞുപോയി. 576 മെഗാപിക്സൽ, 576 മെഗാപിക്സൽ. നിങ്ങളുടെ ഫോണിന്റെ അടുത്തുള്ള എത്ര മെഗാപിക്സലാ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ കണ്ണ് 576 മെഗാപിക്സൽ റെസൊല്യൂഷനുള്ള കണ്ണ്. ഈ ക്യാമറ യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതേപോലെ ഈ കണ്ണ് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് പറയാൻ എങ്ങനെയാണ് ഒരു നിരീശ്വരവാദിയായ സുഹൃത്തിന് സാധിക്കുക? നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണത്. അപ്പൊ ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഞാൻ വളരെ രസകരമായിട്ട് ഞാൻ കണ്ട ഒരു മാത്തമാറ്റിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങളുടെ മുന്നോട്ട് വെക്കുകയാണ്. നമുക്കറിയാം, പല ആൾക്കാരും മാത്സിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും ഞാനൊരു ശ്രമം നടത്തി നോക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ്. ഒരു കുരങ്ങന്റെ അടുത്തൊരു ടൈപ്പ് റൈറ്റർ കൊടുക്കുക. ഇത് വളരെ ഫേമസ് ആയി, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. മങ്കി മാത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ പ്രോബിലിറ്റിയിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഇതിന്റെ ചില കണ്ടന്റ്സ് മാത്രം പറഞ്ഞു പോവാണ്. ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ്. ഒരു കുരങ്ങന്റെ അടുത്തൊരു ടൈപ്പ് റൈറ്റർ കൊടുക്കുക. ഒരു കുരങ്ങൻ എത്ര ടൈപ്പ് ചെയ്താലും അതൊരു നോവലോ മഹാകാവ്യോ ഒന്നും ആവില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന വളരെ പ്രശസ്തമായ നാടകത്തിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ സ്പേസ് ഒക്കെ അടക്കം 41 അക്ഷരങ്ങളുള്ള ഒരു വാചകമാണ് എന്ത് ഇത്. ഒരു മങ്കിന്റെ അടുത്ത്, ഒരു കുരങ്ങന്റെ അടുത്ത് ഒരു ടൈപ്പ് റൈറ്റർ ഉണ്ട്. ആ ടൈപ്പ് റൈറ്ററിന് there are 32 keys. 32 keys എന്ന് പറഞ്ഞാൽ 26 അക്ഷരങ്ങളുണ്ട്, ഒരു സ്പേസ് ബാർ ഉണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 5 എന്തുണ്ട്, ഫുൾ സ്റ്റോപ്പ്, കോമ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ കുരങ്ങനെ എത്ര കാലം ടൈപ്പ് ചെയ്താലാണ് എന്തുണ്ടാവുക? ഇങ്ങനെ ഒരൊറ്റ സെന്റൻസ്. നമുക്കൊരു ഹാംലെറ്റ് വേണ്ട, നമുക്കൊരു മഹാഭാരതം വേണ്ട, നമുക്കൊരു ഖുർആനോ ബൈബിളോ ഗീതയോ വേണ്ട. ഇങ്ങനത്തെ ഒരൊറ്റ സെന്റൻസ് കുരങ്ങനെ എത്ര കാലം ടൈപ്പ് ചെയ്താൽ ഉണ്ടാവും? അതിനുള്ള പ്രോബിലിറ്റിയാണ് എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ അക്ഷരം കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ടി എന്നുള്ള, ടു ബി എന്നുള്ള ടി എന്നുള്ള 1/32 അല്ലേ? 32 ലെറ്റേഴ്സുള്ള കീബോർഡ് ആണെങ്കിൽ ഒന്നാമത്തോ രണ്ടാമത്തോ ഒപ്പം ഒരേ സമയം കറക്റ്റ് ആയി ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/32 സ്ക്വയർ അല്ലേ? ഇങ്ങനത്തെ 41 ലെറ്റേഴ്സും ടൈപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/32 റൈസ് പവർ ഓഫ് 41. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ കുരങ്ങനെ ഒരു വർഷം കൊടുക്കാണ്. നിങ്ങൾ ഇപ്പോഴൊന്നും ടൈപ്പ് ചെയ്യേണ്ട, ഒരു വർഷം കൊണ്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇത് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, ആ പ്രോബിലിറ്റി, ഇത് സംഭവിക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തു. കാൽക്കുലേഷൻ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. 0.99999 ഒരുപാട് നയൻസ് ഉണ്ട്, അറൗണ്ട് 30-40 നയൻസ്, പിന്നെ കുറച്ച് സംഖ്യകൾ. ഇത് സാധ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും 100% ഇത് സാധ്യമല്ല. ഓക്കെ, കുരങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ, അപ്പോൾ നിങ്ങളുടെ നിരീശ്വരവാദിയായ സുഹൃത്ത് നിങ്ങളോട് എന്ത് പറയും? നിരീശ്വരവാദിയായ സുഹൃത്ത് പറയും, ഒരു വർഷമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഈ ലോകം ഉണ്ടായത് എത്ര കാലം എടുത്താ? നമുക്കറിയില്ല, ഒരുപാട് കാലം എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഉണ്ടായതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ 17 ബില്യൺ ഇയേഴ്സ്, ഇത് പറയാനുള്ള കാരണം ഈ ലോകത്തിനൊരു തുടക്കമുണ്ട്. ഈ ലോകത്തിന്റെ ഏകദേശ ടൈം കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞ അറൗണ്ട് 14 ബില്യൺ ഇയേഴ്സാണ്. കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക, എത്ര? 17 ബില്യൺ ഇയേഴ്സ്. ഒരു കുരങ്ങൻ 32 കീയുള്ള ഒരു ടൈപ്പ് റൈറ്ററുമായിട്ടിരുന്ന് 17 ബില്യൺ വർഷം ടൈപ്പ് ചെയ്താൽ അങ്ങനെ ഒരു സെന്റൻസ് വരാനുള്ള പ്രോബിലിറ്റിയാണ്, അങ്ങനെ ഒരു സെന്റൻസ് വരാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, 0.9999. ഇത് സാധ്യമാണ്. നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയുന്നത്, ഇതിപ്പോൾ ഒരു കുരങ്ങനല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനത്തെ കുറേ കുരങ്ങന്മാരുണ്ടെങ്കിലോ ഒരുപാട് റാൻഡം ട്രൈസിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ഒരു പ്രപഞ്ചം എന്നുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക, there are 17 ബില്യൺ ഗാലക്സീസ്, 1700 കോടി ഗാലക്സികൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 1700 കോടി ഗാലക്സികളിൽ ഓരോന്നിലും 1700 ഗ്രഹങ്ങളുണ്ട്, 1700 കോടി ഗ്രഹങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 1700 കോടി ഗ്രഹങ്ങളിൽ ഓരോന്നിലും 1700 കോടി കുരങ്ങന്മാരൊരു ടൈപ്പ് റൈറ്റർ എടുത്തിട്ട് അവർ ഒരു സെക്കൻഡിൽ ഒരു ലൈന് വെച്ച് ടൈപ്പ് ചെയ്യേണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് അഗെയിൻ ഐ ഹാവ് ഷോർഡ് ഇൻ സ്ക്രീൻ. എങ്ങനെയാണ്? if there are 17 billion galaxies, each with 17 billion planets, each with 17 billion monkeys typing a line per second for 17 billion years, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ സെന്റൻസ് പോലും 41 അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ഒരൊറ്റ സെന്റൻസ് പോലും ഒരിക്കലും യാദൃശ്ചികമായി വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യാദൃശ്ചികതയിൽ വിശ്വസിക്കാൻ സാധിക്കുക? ഞാൻ പറയും ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ ഒരു വരി പോലും യാദൃശ്ചികതയുടെ ഭാഗമായി ഉണ്ടാവില്ല എങ്കിൽ
ആ ഷേക്സ്പിയർ ഒരു യാദൃശ്ചികതയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? അല്ലേ? എന്നാൽ നമുക്ക് ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലേ? പ്രപഞ്ചത്തിന്റെ ഫൈൻ ട്യൂണിങ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, നമ്മൾ F=gm1m2/r² പഠിക്കുന്ന G എന്നുള്ള വാല്യൂ, അതിന്റെ വാല്യൂ 1/10⁻60 ഒരല്പം കുറഞ്ഞിരുന്നെങ്കിൽ ബിഗ് ബാങ്ങിന്റെ സമയത്ത് എല്ലാം വികസിച്ചു പോയി ഒരിക്കലും ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അത് ഒരല്പം 1/10⁻60 ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ, അല്ലെ, 1/10⁻60 കൂടിയിരുന്നെങ്കിൽ എന്തുണ്ടാവും? അതായത് 60 ഡെസിമൽ പ്ലേസിൽ ഒരു 1 കൂടിയിരുന്നെങ്കിൽ, 59 ഒരു 1 0.0000 ഒരു 1 കൂടിയിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല? പ്രപഞ്ചം വീണ്ടും ബിഗ് ബാങ്ങിന് ശേഷം കൂട്ടിയിടിച്ച് പിന്നെ എന്തുണ്ടാകുമായിരുന്നില്ല? ഒരിക്കലും നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അതേപോലെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ്, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് 1/10⁻20 19 ഒരു 1 ഉള്ള ആ ഡെസിമൽ പ്ലേസ്, അത് കൂടിയോ കുറഞ്ഞോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം എക്സിസ്റ്റ് ചെയ്യുമായിരുന്നില്ല എന്ന് സയൻസ് പറയുന്നു. അതേപോലെ ഇഫ് മാസ് ആൻഡ് എനർജി വാസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ 1/10⁻123 ദ്രവ്യവും ഊർജവും ഈ ഒരു രീതിയിൽ സന്തുലനമായി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പ്രപഞ്ചത്തിൽ ഒരിക്കലും ജീവൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു 23 ഡിഗ്രി ചെരിഞ്ഞിട്ടാണുള്ളത്. ആ 23 ഡിഗ്രി ചെരിഞ്ഞിട്ടല്ലായിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി ചെരിവ് കുറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി എന്നുള്ളത് തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറുമായിരുന്നു. നമുക്കറിയാം, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ 1000 മൈൽ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു കറക്കം 1000 ഉള്ളത് 100 ആയിരുന്നെങ്കിൽ 24 മണിക്കൂറുള്ളത് 240 മണിക്കൂർ ആകുമായിരുന്നു ഒരു ദിവസം. അതല്ലാതെ അല്പം കൂടിയോ കുറഞ്ഞോ ഇരുന്നെങ്കിൽ ഈ സൂര്യന്റെ ഉഷ്ണം സഹിക്കവയ്യാതെ ഭൂമി ഒരു മരുഭൂമിയാകി മാറുമായിരുന്നു. അതേപോലെ തന്നെ സൂര്യന്റെ ഉപരിതല ടെമ്പറേച്ചർ ആയിട്ടുള്ള 1000 ഫാരൻഹീറ്റ്, ഈ 1000 ഫാരൻഹീറ്റ് 10,000 ഡിഗ്രി ഫാരൻഹീറ്റ് ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ ഭൂമി ഇതേപോലെ ഒരു മരുഭൂമിയാക്കി മാറുമായിരുന്നു. നമ്മുടെ ചന്ദ്രൻ ഒരല്പം കൂടി അടുത്തായിരുന്നെങ്കിൽ വേലിയേറ്റം മൂലം പർവ്വതങ്ങൾ ഒലിച്ചു പോകുമായിരുന്നു. നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിന്റെ തിക്നെസ് ഒരു 10 അടി കൂടിയിരുന്നെങ്കിൽ എല്ലാ ഓക്സിജനും ആ ക്രസ്റ്റ് വലിച്ചെടുത്ത് നമുക്ക് ശ്വസിക്കാൻ വായു ഇല്ലാതാകുമായിരുന്നു. നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ ഓഷ്യൻസ്, ഈ സമുദ്രങ്ങൾ ഒരു അല്പം കൂടി ഡീപ്പായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അത് വലിച്ചെടുത്ത് പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കാതെ, അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഓക്സിജൻ കിട്ടാതെ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവൻ നിലനിൽക്കുമായിരുന്നില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആ അല്ലാഹു ദൈവം, അതാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ചോദിച്ചത്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ നിനക്കൊരു ഏറ്റക്കുറിച്ചിലുകൾ പോലും നിനക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നീ കാണുന്നുണ്ടോ? അല്ലെ? ഇനിയും യാദൃശ്ചികത പറയുന്നവരോട് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹാറ മരുഭൂമിയിലൂടെ, ആരുമില്ലാത്ത ആ മണലാരണ്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കുക. ഞാനുണ്ട്, എൻ്റെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു സുഹൃത്തുണ്ടെന്ന് സങ്കല്പിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു iPhone 6 കിട്ടുകയാണ്, അല്ല, ഏറ്റവും പുതിയ ഫോൺ, ഒരു iPhone 6 കിട്ടുകയാണ്. എൻ്റെ പരിമിതമായ ബുദ്ധി വെച്ച് ഞാൻ എന്ത് പറയും? നിങ്ങളെന്താ പറയാ? അതിലൂടെ പോയ ആരോ എന്ത് ചെയ്താണ്, കളഞ്ഞു പോയ സാധനമാണ്, അല്ലേ? എന്നാൽ എൻ്റെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയാണെന്ത്, അല്ല, വേറെയും ചില സാധ്യതകൾ ഉണ്ട്, അല്ലെ? സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട്, അല്ലെ? എൻ്റെ വല്യപ്പ പ്ലൂട്ടോ ഒന്ന് പറന്ന് വന്നതാവാൻ സാധ്യത ഉണ്ട്. സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല, അല്ലെ? ഞാൻ അനുഭവിക്കാത്തൊരു കാര്യത്തെ സാധ്യത ഇങ്ങനെ ഒരാൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാ, അല്ലെ? ഇങ്ങനെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഒരു iPhone 6 കിട്ടിയാൽ എൻ്റെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയാണെന്ത്, ഈ ഫോൺ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? പ്ലാസ്റ്റിക്കും ഗ്ലാസും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പെട്രോളിയത്തിൽ നിന്നാണ്. ഗ്ലാസ് എന്തിൽ നിന്നാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ്. ഈ മരുഭൂമിയിൽ എന്താ ഉള്ളത്? മണലാണുള്ളത്. മണൽ പറഞ്ഞാൽ എന്താണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. ചില പ്രത്യേക പ്രക്രിയകൾ മൂലം ഈ മണൽ ഒരു ഗ്ലാസ് ആയി മാറുകയും, അതല്ല ഇതിന്റെ അടിയിലുള്ള എണ്ണപ്പാടങ്ങൾ, സഹാറ മരുഭൂമിയിൽ
അടിയിലുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് എങ്ങനെയോ പെട്രോൾ കിനിഞ്ഞു വന്ന് ഇത് പ്ലാസ്റ്റിക് ആയി മാറുകയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയോ യാദൃശ്ചികമായി ഇത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു iPhone 6 ആയി മാറുകയും ചെയ്തു എന്ന് പറയുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഖാലു സലാമ, നിങ്ങൾക്ക് സലാം എന്ന് പറയുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.